ഞാൻ നിൽക്കുന്നത് റിപ്പോർട്ടറിൻ്റെ ARVR ടീം തയ്യാറാക്കിയ പശ്ചാത്തലത്തിലാണ്. ഈ മനോഹരമായ, ഇപ്പോൾ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമായ പ്രദേശമാണ് ഈ പഹൽഗാം എന്ന് പറയുന്നത്. പഹൽഗാമിൽ നിന്ന് 6.5 കിലോമീറ്റർ മുകളിലേക്ക് ട്രക്കിംഗ് പാത്തിലൂടെ പോണിയുടെ പുറത്തേക്ക്, കുതിരയുടെ പുറത്തേക്ക് കയറി പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ബൈസരൻ വാലിയിലേക്ക് പോകാൻ കഴിയുക. ഏകദേശം 3-3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു ട്രക്കിംഗ് പാക്കേജാണ് പഹൽഗാമിൽ നിന്ന് ബൈസരൻ വാലിയിലേക്കുള്ളത്. മനോഹരമായ സ്ഥലമാണ്. അവിടെ സാധാരണ നവംബർ-ഡിസംബർ മാസങ്ങളിലേക്ക് മഞ്ഞ് പുതച്ച് കിടക്കുന്ന ബൈസരൻ വാലി കാണാം. എന്നാൽ അതിനുശേഷം ജനുവരി-ഫെബ്രുവരി മാസത്തോടുകൂടി മഞ്ഞ് പാളിക പോവുകയും അവിടെ മെഡോസ് ആയിട്ട് അത് മാറുകയും ചെയ്യും. അഥവാ അത് പുൽമൈതാനമായിട്ട് മാറുകയും ചെയ്യും. ധാരാളം വിനോദസഞ്ചാരികൾ ഈ പുൽമൈതാനങ്ങളിൽ വന്നിരുന്ന് വർത്തമാനം പറയുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ ആക്രമണം ഉണ്ടായത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതേപോലെ മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തുന്ന വാർത്താ പ്രഭാതമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല നമുക്കിനിയും. കൊച്ചി സ്വദേശി രാമചന്ദ്രൻ ഉൾപ്പെടെ 27 പേരാണ് കൊല്ലപ്പെട്ടത്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ. പഹൽഗാം സൈനിക വലയത്തിൽ തന്നെയാണ്. ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ദില്ലിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഉന്നതതല യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ തന്നെ തുടരുകയാണ്.